ഗാസ സിറ്റിയിലെ റോഡുകളും കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തി ഇസ്രയേൽ ടാങ്കുകൾ കൂടുതൽ മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചു. ആയിരക്കണക്കിന് പലസ്തീൻ കുടുംബങ്ങൾ നഗരം വിട്ടു. സിറ്റിയുടെ കിഴക്ക് സെയ്തൂൺ, സബ്ര, ഷെജയ്യ എന്നിവിടങ്ങളിൽ കനത്ത ബോംബിംഗ് തുടർന്നു. 4 വയസ്സുള്ള പെൺകുട്ടിയടക്കം 32 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. ഹമാസിന്റെ ഉന്നത നേതാവ് മഹ്മൂദ് അൽ അസ്വദിനെ വധിച്ചതായും ഇസ്രയേൽ സേന അവകാശപ്പെട്ടു. ഗാസ സിറ്റിയുടെ വടക്കൻ മേഖലയിലെ ഇബാദ് അൽ റഹ്മാൻ പ്രദേശമാണ് ടാങ്കുകൾ വളഞ്ഞത്. പിന്നീട് ജബാലിയയിലേക്ക് പിൻവാങ്ങി. പട്ടിണി മൂലം ഇന്നലെ 10 പേർ കൂടി മരിച്ചു. ഇതോടെ പട്ടിണി മരണം 119 കുട്ടികളടക്കം 313ആയി. ഗാസയിൽ ഇതുവരെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ 62,895 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. ഗാസ സിറ്റിയിൽ ഇപ്പോഴും ഹമാസ് ശക്തമാണെന്നാരോപിച്ചാണ് ഇവിടം പിടിച്ചെടുക്കാനുള്ള പടനീക്കം. നിലവിൽ ഗാസയുടെ 80% പ്രദേശവും ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. അതിനിടെ പലസ്തീൻ വിഷയത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിൽ വൈറ്റ് ഹൌസിൽ യോഗം ചേർന്നു. യുദ്ധാനന്തര ഗാസയിലെ നടപടികൾ സംബന്ധിച്ചാണ് ചർച്ചയെന്നാണ് സൂചന. വാഷിംഗ്ടണിലുള്ള ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയാൻ സാറുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രത്യേക കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. യുദ്ധവിരുദ്ധ പ്രകടനങ്ങൾ ഇസ്രയേൽ നഗരത്തിൽ ഇന്നലെയും തുടർന്നു. അതേസമയം സിറിയയിലെ ഡമാസ്കസിലെ ഗ്രാമീണ മേഖലയിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ 6 സിറിയൻ സൈനികർ കൊല്ലപ്പെട്ടു. ഗാസയിലെ അൽ നാസർ ആശുപത്രി പരിസരത്ത് ഹമാസ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറ തകർക്കാനാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കൊല്ലപ്പെട്ട സംഭവത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു ഇസ്രയേൽ സൈന്യം. ഇസ്രയേൽ സൈന്യത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനാണ് ഹമാസ് ക്യാമറ സ്ഥാപിച്ചതെന്ന് സൈനിക വൃത്തങ്ങൾ ആരോപിച്ചു. വാർത്താ ഏജൻസികളായ റോയിട്ടേഴ്സിന്റെയും അസോസിയേറ്റഡ് പ്രസിന്റെയും മാധ്യമപ്രവർത്തകർ സൈന്യത്തിന്റെ ലക്ഷ്യമായിരുന്നില്ലെന്നും ഇസ്രയേൽ പറഞ്ഞു. അൽ നാസർ ആശുപത്രിക്ക് നേരെ തിങ്കളാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 5 മാധ്യമപ്രവർത്തകരടക്കം 20 പേരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ക്യാബിനറ്റ് യോഗം ചേർന്നു. ഗാസയിൽ അടുത്ത ഘട്ടത്തിലെ നടപടി സംബന്ധിച്ച് തീരുമാനിക്കാനാണ് യോഗം ചേർന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അൽ നാസർ ആശുപത്രിയിലെ മിസൈൽ ആക്രമണത്തിൽ രാജ്യാന്തര തലത്തിൽ പ്രതിഷേധമുയരുകയാണ്. ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണത്തെ യൂറോപ്യൻ യൂണിയൻ അപലപിച്ചു. UK, ഖത്തർ, സൗദി അറേബ്യ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും അപലപിച്ചു. മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടാനിടയായതിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഖേദം പ്രകടിപ്പിച്ചു. ഈ സംഭവത്തോടെ ഗാസയിൽ ഇസ്രയേൽ ഹമാസ് സംഘർഷം തുടങ്ങിയ ശേഷം കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം 193ആയി ഉയർന്നു. യുദ്ധം തുടങ്ങിയതു മുതൽ അസോസിയേറ്റഡ് പ്രസിനും മറ്റു വാർത്താ ഏജൻസികൾക്കും വേണ്ടി ഫ്രീലാൻസറായി പ്രവർത്തിച്ചിരുന്ന വിഷ്വൽ ജേർണലിസ്റ്റാണ് മറിയം ദഗ്ഗ എന്ന 33കാരി. മറിയത്തിന്റെ മരണത്തിൽ അസോസിയേറ്റഡ് പ്രസ് ഞെട്ടലും ദുഃഖവും രേഖപ്പെടുത്തി. നാസർ ആശുപത്രിയിൽ മാനുഷിക പ്രതിസന്ധി രൂക്ഷമായതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു മറിയം. പോഷകാഹാരക്കുറവുള്ള കുട്ടികളെ രക്ഷിക്കാൻ ഡോക്ടർമാർ ശ്രമിക്കുന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് അവരടുത്ത കാലത്ത് കാര്യമായി ചെയ്തിരുന്നത്. സംഘർഷം തുടങ്ങിയപ്പോൾ മറിയം അവരുടെ 12 വയസ്സുള്ള മകനെ ഗാസയിൽ നിന്ന് മാറ്റിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.